കഥയെ ആരംഭിക്കുന്നത് ഡാനിയൽ എന്ന വ്യക്തിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ഡാനിയൽ ഒരു ഇലക്ട്രോണിക് ഷോപ്പിൽ ടെമ്പററി കോൺട്രാക്ട് എംപ്ലോയിയായി ജോലി നോക്കുകയായിരുന്നു. അന്നൊരു ദിവസം രാവിലെ TV ഡിസ്പ്ലേ വീഡിയോസ് മാറ്റുവാൻ ഡാനിയൽ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് അവിടുത്തെ സ്റ്റെഫനി എന്ന സ്റ്റാഫായ കൂട്ടുകാരൻ ഡാനിയലിനടുത്തേക്ക് എത്തുന്നത്. സ്റ്റെഫനി ഡാനിയലിനെ വീഡിയോസ് മാറ്റുവാൻ സഹായിക്കാൻ തുടങ്ങി. മികച്ചൊരു എംപ്ലോയിയാണ് സ്റ്റെഫനി, കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്ന വ്യക്തി, എന്നെങ്കിലും വർക്ക് ചെയ്ത് മാനേജറാകണം എന്നതൊക്കെ സ്റ്റെഫനിയുടെ വലിയ ആഗ്രഹമാണ്. സ്റ്റെഫനി പിന്നാലെ വീഡിയോ മാറ്റി. ഡാനിയലിന് പക്ഷേ മ്യൂസിക് വീഡിയോ വെക്കണമെന്നായിരുന്നു. അതിന്റെ പേരിൽ ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടാവാനും സംസാരിക്കാനും ആരംഭിച്ചു. ഒടുവിൽ അവരുടെ മാനേജർ പട്രീഷ്യ ഇടപെട്ടിട്ടായിരുന്നു രണ്ടുപേരെയും മാറ്റിയതുപോലും. അന്ന് വൈകുന്നേരമാണെങ്കിൽ ഡാനിയലിന് മറ്റൊരിടം വരെ പോകണമായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ലോയറിന്റെ ഓഫീസിലേക്കാണ്. ഡാനിയലിന്റെ അമ്മ അടുത്ത് മരണപ്പെട്ടിരുന്നു. ഡാനിയലിന്റെ സഹോദരിയും നെഫ്യുവും അവിടെ ഡാനിയലിനായി കാത്തിരുന്നിരുന്നു. സംഭവം എന്തെന്നാൽ ഡാനിയലിന്റെ അമ്മയുടെ പേരിൽ ഒരു വീടുണ്ട്. അവിടാണ് ഡാനിയൽ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. വിൽപത്രം അടിസ്ഥാനത്തിൽ വീട് മക്കൾക്ക് വന്നു ചേരും. പക്ഷേ ഇപ്പോ പ്രശ്നം എന്തെന്നാൽ ആ വീടിന് ഏതാണ്ട് 17,000 യൂറോവോളം ടാക്സിനത്തിൽ അടയ്ക്കുവാനായി പെൻഡിംഗ് ഉണ്ട്. ആ പണം അടച്ചതിന് ശേഷം മാത്രമേ അവർക്ക് ആ വീട് ഏറ്റെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഡാനിയലിന്റെ പക്കലാണെങ്കിൽ അത്രയും പണമൊന്നുമില്ല. സഹോദരിയുടെ കാര്യവും വിഭിന്നമല്ല. അതുകൊണ്ട് തന്നെ വീട് വിറ്റിട്ട് ആ പണവും അടയ്ക്കാം, ബാക്കി പണം വീതിച്ചെടുക്കുകയും ചെയ്യാം എന്ന് സഹോദരി തീരുമാനിച്ചപ്പോ ഡാനിയലിന് അതിനെതിരെ പറയാൻ സാധിക്കുമായിരുന്നില്ല. ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോ എല്ലാം കൂടി ഒന്നിച്ചു വരും എന്നാണല്ലോ പറയാറുള്ളത്. ഡാനിയലിന്റെ അവസ്ഥയും അത്തരത്തിൽ തന്നെയായിരുന്നു. അടുത്ത ദിവസം ഷോപ്പിലെത്തിയപ്പോ മാനേജർ എംപ്ലോയീസിനെ മുഴുവൻ വിളിച്ചുകൂട്ടി. ഷോപ്പിലെ സെയിൽസിന്റെ അടിസ്ഥാനത്തിൽ എംപ്ലോയീസിനെ കുറയ്ക്കാനും മറ്റും തീരുമാനിച്ചിരിക്കുകയാണ്. ടെമ്പററി എംപ്ലോയീസിനെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടാൻ പോകുന്നു. അതായത് ഡാനിയലിന്റെ അടക്കം ജോലി നഷ്ടപ്പെടും. പെർമനന്റ് എംപ്ലോയി ആയതുകൊണ്ട് സ്റ്റെഫനിയൊക്കെ സേഫാണ്. എന്ത് ചെയ്യുമെന്ന് ഡാനിയലിനൊരു പിടുത്തവും ഉണ്ടായിരുന്നില്ല. കൂട്ടത്തിലാണ് അന്ന് രാത്രിയിൽ ഷോപ്പിൽ കുറച്ച് ജോലിയുള്ളതുകൊണ്ട് രാത്രി വർക്ക് ചെയ്യുന്നവർക്ക് ഓവർ ടൈം പേ ഉണ്ടാവുമെന്നും ഡബിൾ സാലറി കിട്ടുമെന്നും പട്രീഷ്യ പറയുന്നത്. ജോലി ഏറ്റെടുത്തതോടെ ഡാനിയലും സ്റ്റെഫനിയും അന്നൊന്നിച്ചു വന്നു. അന്ന് രാത്രി ഷോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കെ ഡാനിയൽ TVയിൽ ഒരു ഗെയിം ഷോ കാണുകയായിരുന്നു. ഗസ് ദ പ്രൈസ് എന്നാണ് ഷോയുടെ പേര്. സംഭവം എന്തെന്നാൽ ഓരോ പ്രൊഡക്റ്റ് കാണിക്കും. ആ പ്രൊഡക്റ്റിന്റെ ഒറിജിനൽ പ്രൈസ് ഓഡിയൻസ് ഗസ് ചെയ്യണം. കൃത്യം പ്രൈസ് പറഞ്ഞാൽ നല്ലൊരു എമൗണ്ടും ലഭിക്കും. പരിപാടി TVയിൽ നടക്കെ അവിടെ ഉണ്ടായിരുന്ന സ്റ്റെഫനി ഓരോ പ്രൊഡക്റ്റിന്റെയും പ്രൈസ് വളരെ കൃത്യമായി പറയുന്നുണ്ടായിരുന്നു. സ്റ്റെഫനിയുടെ ആ കഴിവിൽ ഡാനിയൽ അതിശയപ്പെട്ടു. സ്റ്റെഫനി ആ ഷോയിൽ പോയാൽ ഉറപ്പായും വിജയിക്കും എന്ന് ഡാനിയലിന് തോന്നി. സ്റ്റെഫനിയോട് നമുക്കൊന്നിച്ച് രജിസ്റ്റർ ചെയ്ത് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പോയാലോ എന്ന് ഡാനിയൽ ചോദിച്ചെങ്കിലും സ്റ്റെഫനിക്ക് അതിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്തരത്തിലുള്ള സില്ലി ഗെയിം ഷോയിൽ പങ്കെടുക്കുന്നതിന് പകരം നന്നായി ഹാർഡ് വർക്ക് ചെയ്ത ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും, പ്രൊമോഷൻ കിട്ടും എന്നൊക്കെയായിരുന്നു സ്റ്റെഫനിയുടെ വാദങ്ങൾ. എന്നിരുന്നാൽ തന്നെയും ഡാനിയൽ സ്റ്റെഫനിയുടെയും തന്റെയും പേര് ഗെയിം ഷോയ്ക്കുള്ള വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തു. വൈകാതെ ഡാനിയലിനെ തേടി ആ ഗെയിം ഷോയുടെ ആളുകളുടെ കോൾ എത്തുകയാണ്. വൈകാതെ നടക്കുന്ന ഓഡീഷനിൽ അവരിരുവരും വന്ന് പങ്കെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കോൾ. ഡാനിയലിന്റെ ജോലി ഏറെക്കുറെ ഷോപ്പിൽ നിന്ന് കഴിയാൻ പോവുകയാണ്. പക്ഷേ സ്റ്റെഫനിയുടെ കാര്യം അങ്ങനല്ല. സ്റ്റെഫനിക്ക് ജോലിയുണ്ടെങ്കിൽ സ്റ്റെഫനി ഗെയിം ഷോക്ക് വരില്ല എന്ന് ഡാനിയലിന് തോന്നിയിരുന്നു. ഡാനിയൽ അതുകൊണ്ട് തന്നെ ഒരു പണിയൊപ്പിക്കാൻ തീരുമാനിച്ചു. ഏവരും ഷോപ്പിലേക്ക് എത്തുന്നതിന് മുമ്പ് ഡാനിയൽ ഷോപ്പിലേക്ക് പുറപ്പെട്ടു ചെന്നു. വിദഗ്ധമായി ഷോപ്പിനുള്ളിൽ കടന്നു കയറി 2 ഫോൺ എടുത്ത് അത് സ്റ്റെഫനിയുടെ ലോക്കറിൽ കൊണ്ടുവച്ചു. ഫോൺ കാണാതായ അന്വേഷണത്തിൽ സ്റ്റെഫനിയുടെ ലോക്കറിൽ നിന്ന് ഫോൺ കണ്ടെടുത്തു. സ്റ്റെഫനി ഫോൺ മോഷ്ടിക്കാൻ ശ്രമിച്ചതാണ് എന്ന തരത്തിൽ അതോടെ അവിടെ ചർച്ചകൾ വന്നു. പിന്നെ പറയണ്ടല്ലോ, സ്റ്റെഫനിയുടെ മേൽ കുറ്റം ചാർത്തി സ്റ്റെഫനിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ മാനേജർ പട്രീഷ്യ ശ്രമിച്ചു. പക്ഷേ സ്റ്റെഫനിക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. സ്റ്റെഫനി വലിയ തോതിൽ പ്രശ്നമുണ്ടാക്കി. ഇതൊന്നും ശരിയല്ല, ആരോ തന്നെ പെടുത്താൻ ശ്രമിച്ചതാണ് എന്നൊക്കെ സ്റ്റെഫനി പറഞ്ഞു. പട്രീഷ്യയോട് കയർക്കാനും തുടങ്ങി. ഡാനിയൽ ആ സമയം അവിടെ ഉണ്ടായിരുന്നു. സ്റ്റെഫനി അവിടെ തുടർന്നാൽ കാര്യങ്ങൾ വഷളാവുമെന്ന് കണ്ടതും പട്രീഷ്യയോട് കയർക്കുന്നു എന്ന പേരിൽ സ്റ്റെഫനിയെ അടിച്ചിട്ട് ഡാനിയൽ അവിടെ നിന്ന് പൊക്കി പുറത്താക്കുകയാണ്. ബോധം തെളിയുമ്പോ സ്റ്റെഫനി ഡാനിയലിന്റെ കാറിലായിരുന്നു. എങ്ങോട്ടേക്കാ പോകുന്നത് എന്ന് സ്റ്റെഫനി ചോദിച്ചു. ഡാനിയൽ ആ സമയം ഗെയിം ഷോയുടെ കാര്യം പറഞ്ഞു. സ്റ്റെഫനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നിലവിൽ തന്റെയും ജോലി പോയിരിക്കുകയാണല്ലോ, അതുകൊണ്ട് മാത്രം ഡാനിയലിനൊപ്പം പോവാൻ സ്റ്റെഫനി സമ്മതിച്ചു. ആ യാത്രക്കിടയിലായിരുന്നു സ്റ്റെഫനിയുടെ അച്ഛൻ താമസിക്കുന്ന നഴ്സിംഗ് ഹോമിൽ നിന്ന് സ്റ്റെഫനിക്ക് കോൾ വരുന്നത്. കഴിഞ്ഞ കുറെ മാസങ്ങളായി അവിടുത്തെ പൈസ സ്റ്റെഫനി അടച്ചിട്ടില്ല, പണം പെൻഡിംഗ് ആണ്. അതുകൊണ്ട് അച്ഛനെ അവർ പുറത്താക്കും എന്ന് പറഞ്ഞായിരുന്നു കോൾ ചെയ്തത്. അത്യാവശ്യമായി അങ്ങോട്ടേക്ക് സ്റ്റെഫനിക്ക് പോകണം. സ്റ്റെഫനി ഡാനിയലിനോട് കാര്യം പറഞ്ഞു. അവരങ്ങനെ വണ്ടി തിരിച്ച് നേരെ സ്റ്റെഫനിയുടെ അച്ഛൻ താമസിക്കുന്ന നഴ്സിംഗ് ഹോമിലേക്ക് പോയി. അവിടെ എത്തിയതും കെയർടേക്കർ സ്റ്റെഫനിയുമായി സംസാരിച്ചു. 5,000 യൂറോസ് പെൻഡിംഗ് ഉണ്ട്. ഇങ്ങനൊരവസരത്തിൽ സ്റ്റെഫനിയുടെ അച്ഛനെ നോക്കുവാൻ തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അച്ഛനെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാം. തനിക്ക് കുറച്ച് സമയം കൂടി തരണം. എത്രയും പെട്ടെന്ന്
മുഴുവൻ കുടിശ്ശികയും താൻ തന്നു തീർത്തോളാം. ശേഷം സ്റ്റെഫനി രണ്ടും കൽപ്പിച്ച് അവിടെ നിന്നിറങ്ങുകയാണ്. ഡാനിയൽ ഗെയിം ഷോക്ക് പോവാൻ നിൽക്കുന്നുണ്ടല്ലോ, ഡാനിയലിനൊപ്പം പോവാം, എങ്ങനെയെങ്കിലും കുറച്ച് പണം കിട്ടിയാൽ അത് വെച്ച് തന്റെ പ്രശ്നങ്ങൾ തീർക്കാം എന്നൊക്കെ സ്റ്റെഫനി കരുതിയിരുന്നു. അങ്ങനെ ഗെയിം ഷോയുടെ ഓഡീഷൻ നടക്കുന്നിടത്തേക്ക് അവരെത്തിച്ചേർന്നു. ഇരുവരും അകത്തും കയറി. TV ഷോ പ്രൊഡ്യൂസറായ ബ്ലേസ് ആയിരുന്നു ഇന്റർവ്യൂ ചെയ്യാൻ ഇരുന്നിരുന്നത്. അവരിരുവരോടും ഇൻട്രൊഡ്യൂസ് ചെയ്യാനും മറ്റും ബ്ലേസ് ആവശ്യപ്പെട്ടു. ഇരുവരും പരസ്പരം ഇൻട്രൊഡ്യൂസ് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങി. പക്ഷെ അപ്പോഴാണ് ഇരുവരും തമ്മിൽ അവരുടെ തനത് സ്വഭാവമായ വാക്കുതർക്കം കടന്നുവരുന്നത്. അവർ തമ്മിൽ ഒരു തരത്തിലും ഒരു ഒത്തുചേർച്ചയില്ല. എന്തിനേറെ പറയുന്നു, ബ്ലേസ് ഡാനിയലിനോട് പാടാൻ പറഞ്ഞപ്പോ ഡാനിയൽ അതിന് പറ്റില്ലെന്ന് പറഞ്ഞു. അതിന്റെ പേരിലും അവർ തമ്മിൽ വാക്കുതർക്കം നടന്നു. ഇതൊക്കെ കണ്ട് ബ്ലേസിന് കൗതുകം തോന്നിയിരുന്നു. പ്രശ്നമാണെന്ന് മറ്റുള്ളവർ കരുതിയപ്പോ ഇതൊക്കെ ടിവിയിൽ വന്നാൽ വലിയ തോതിൽ ഓഡിയൻസ് എൻഗേജ്ഡ് ആകും എന്നായിരുന്നു ബ്ലേസ് ചിന്തിച്ചത്. തീർത്തും ഒത്തൊരുമയില്ലാത്ത രണ്ടുപേർ ചേർന്ന് ഒരു പ്രോഗ്രാമിൽ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയാൽ എങ്ങനുണ്ടാകും? അതായിരുന്നു ബ്ലേസിന്റെ ഐഡിയ. തങ്ങൾ സെലക്ടഡ് ആവില്ല എന്നാണ് സ്റ്റെഫനിയും ഡാനിയലും കരുതിയതെങ്കിലും അവർ അടുത്ത ദിവസത്തെ പ്രോഗ്രാമിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടു. അങ്ങനെ ഷൂട്ടിംഗ് ദിവസം എത്തി. ഇരുവരും ഫ്ലോറിലേക്കും കടന്നു ചെന്നു. ഗസ് ദ പ്രൈസിൽ ആദ്യമായി പങ്കെടുക്കാനിറങ്ങിയത് ഡാനിയലായിരുന്നു. സ്റ്റെഫനി സപ്പോർട്ട് ചെയ്യും. വൈകാതെ പരിപാടി ആരംഭിച്ചു. പരിപാടിക്കിടയിൽ ഹോസ്റ്റായ ഫ്രെഡ് വന്നിരിക്കുന്ന ഗസ്റ്റുകളിൽ ആരോടെങ്കിലും ഒരാളോട് പാടാൻ ആവശ്യപ്പെട്ടു. ഓഡിയൻസിനോട് അയാളെ തിരഞ്ഞെടുക്കാനും പറഞ്ഞു. കൂട്ടത്തിൽ തടിച്ച പ്രകൃതമുള്ള കുറച്ച് റഫ് ആൻഡ് ടഫായ ആളായി തോന്നുന്നത് ഡാനിയലിനെയാണല്ലോ. അതുകൊണ്ട് ഏവരും ഒരു തമാശയ്ക്ക് വേണ്ടി ഡാനിയൽ പാടട്ടെ എന്ന് അഭിപ്രായപ്പെട്ടു. എന്തായാലും എല്ലാവരും പറഞ്ഞതാണല്ലോ, ഡാനിയലും അങ്ങ് പാടുകയാണ്. പക്ഷേ രസകരമായ കാര്യമെന്തെന്നാൽ ഏവരെയും അതിശയിപ്പിച്ചുകൊണ്ട് ഡാനിയലിന്റെ പാട്ട് അത്രമേൽ രസകരമായതായിരുന്നു. ഇമ്പമാർന്ന ശബ്ദത്തിലുള്ളത്. അക്ഷരാർത്ഥത്തിൽ ഡാനിയലിന്റെ പാട്ട് കേട്ട് ഏവരും ഒന്ന് അതിശയിക്കുന്നുണ്ട്. അത്തരത്തിലൊരു രൂപമുള്ള വ്യക്തി ഇത്രയും ഭംഗിയായി പാടുമോ എന്ന് തന്നെ ഏവർക്കും തോന്നിപ്പോയിരുന്നു. പിന്നാലെ മത്സരം ആരംഭിച്ചു. ആദ്യത്തെ പ്രൈസ് ഗസ് ചെയ്യാനുള്ള ഉൽപ്പന്നം ഒരു ലാപ്ടോപ്പ് ആയിരുന്നു. പറയണ്ടല്ലോ, ബ്രില്യന്റായ പ്ലെയറാണ് സ്റ്റെഫനി. സ്റ്റെഫനിക്ക് അതിന്റെയൊക്കെ പ്രൊഡക്റ്റ് വില അറിയാം. സ്റ്റെഫനി കൃത്യമായി ഡാനിയലിന് അത് അറിയിച്ചു കൊടുത്തു. അതോടെ ഘട്ടം ഘട്ടമായി അവർ വിജയിച്ച് മുന്നേറുകയാണ്. അങ്ങനെ വിജയിച്ച് 10,000 യൂറോസോളം അവർ വിജയിച്ചെത്തി. പക്ഷേ ഡാനിയൽ അവിടം കൊണ്ട് നിർത്തിയില്ല. കൂടുതൽ പണം വേണമെന്ന് തോന്നിയപ്പോ പരിപാടി ഒന്നുകൂടി കൊഴുപ്പിക്കാൻ അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ ഡാനിയൽ തീരുമാനിച്ചു. പരിപാടി കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പ്രോഗ്രാം പ്രൊഡ്യൂസർ ബ്ലേസ് സ്റ്റെഫനിയെയും വേദിയിലേക്ക് വിളിച്ചിരുന്നു. വേദിയിലെത്തിയതും മത്സരം അങ്ങനെ തുടർന്നു പോകുന്നതിനെ പറ്റി ഇരുവരും തമ്മിൽ ആർഗ്യുമെന്റ് ഉണ്ടായി. എന്നിരുന്നാൽ തന്നെയും മത്സരിക്കാതെ മറ്റു വഴിയില്ലല്ലോ. അടുത്ത ഘട്ട മത്സരത്തിൽ ഒന്നിച്ചു മത്സരിക്കാൻ ഇരുവരും തീരുമാനിച്ചു. അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് ഐറ്റം എന്തെന്ന് ഗസ് ചെയ്യലാണ്. രണ്ടുപേരിൽ ഒരാൾ ഐറ്റം കാണും. അതിനെപ്പറ്റിയുള്ള സൂചനകൾ കൂടെ നിൽക്കുന്ന ആൾക്ക് കൈമാറും. നിശ്ചിത സമയമുണ്ടാകും. സമയത്തിനുള്ളിൽ ആ ഐറ്റം ഏതെന്ന് കൂടെ നിൽക്കുന്ന വ്യക്തി പറയുന്ന ഹിന്റുകളിൽ നിന്ന് മനസ്സിലാക്കി അത് ഏവരെയും അറിയിക്കണം. ഐറ്റം ഏതെന്ന് കാണുന്നതും ക്ലൂസ് കൊടുക്കുന്നതും ഡാനിയലായിരുന്നു. സ്റ്റെഫനി ആയിരുന്നു അതേതാണെന്ന് പറയേണ്ടത്. മത്സരം ആരംഭിച്ചു. ഡാനിയൽ കൊടുക്കുന്ന ക്ലൂവിൽ നിന്ന് ഒരു തരത്തിൽ സ്റ്റെഫനി ഐറ്റം മനസ്സിലാക്കി. പിന്നാലെ സ്റ്റെഫനി ഉത്തരം പറഞ്ഞു. പക്ഷെ അപ്പോഴേക്കും ഒരു സെക്കൻഡ് വ്യത്യാസത്തിൽ ടൈം ഔട്ടായി പോയിരുന്നു. അവരുടെ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടു. വെറും കൈയോടെ ഇരുവർക്കും തിരികെ പോകണമായിരുന്നു. ഡാനിയലും സ്റ്റെഫനിയും ആകെ അസ്വസ്ഥരായി. ടൈം ഔട്ട് ആവുന്നതിനു മുമ്പേ തങ്ങൾ ഉത്തരം പറഞ്ഞെന്നും അവതാരകൻ സമ്മതിക്കാനിട്ടാണ് എന്ന് പറഞ്ഞ അവതാരകൻ ഫ്രെഡുമായി അവർ വാക്കുതർക്കത്തിലേർപ്പെട്ടു. പക്ഷെ ഫ്രെഡ് എപ്പോഴും കമ്പനിക്ക് അനുസൃതമായിട്ടല്ലേ പ്രവർത്തിക്കുകയുള്ളൂ. ഫ്രെഡ് അവരോടുള്ള കാര്യം പറഞ്ഞു. ഈ ഗെയിം ഷോ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലാണ്. എല്ലാവരും പ്രൈസ് മണി കൊണ്ടുപോയി കഴിഞ്ഞാൽ കമ്പനി നഷ്ടത്തിലാവില്ലേ? പരമാവധി നിങ്ങളെ വിജയിപ്പിക്കാതിരിക്കാനാണ് ഇവിടെ നോക്കുക. ദേഷ്യം വന്ന ഡാനിയൽ ഫ്രെഡിനെ തലകൊണ്ടിടിച്ചു വീഴ്ത്തി. പിന്നെ പറയണ്ടല്ലോ, സെക്യൂരിറ്റികളായിരുന്നു ഇരുവരെയും പിടിച്ച് പുറത്താക്കിയത്. ഡാനിയലിന് പോവാൻ മറ്റൊരിടമുണ്ടായിരുന്നില്ല. ഡാനിയൽ അതുകൊണ്ട് തന്നെ സ്റ്റെഫനിയുടെ വീട്ടിലെത്തി. ഇനി എന്തു ചെയ്യും എന്നതിനെപ്പറ്റി ഇരുവരും ആലോചിക്കാനും പ്ലാൻ ചെയ്യാനും ആരംഭിച്ചു. ഡാനിയൽ പാടിയത് കേട്ട് അതിൽ സ്റ്റെഫനി കുറച്ചൊക്കെ ഇംപ്രസ്ഡ് ആയിരുന്നു. ഡാനിയലിന്റെ ഈ കഴിവ് ഉപയോഗിച്ച് മറ്റൊരു ഗെയിം ഷോയിൽ പങ്കെടുത്താലോ എന്ന് സ്റ്റെഫനി ചോദിച്ചു. സംഭവം തരക്കേടില്ലാത്ത പരിപാടിയാണ്. ആ പ്രോഗ്രാമിൽ പങ്കെടുത്താൽ ഡാനിയലിന് ചിലപ്പോൾ ഒരു സിംഗർ എന്ന നിലയിൽ കുറച്ച് മൈലേജ് കിട്ടും. മാത്രമല്ല അതൊരു ഗെയിം ഷോ കൂടിയാണ്. അതിലെ പ്രൈസ് മണിയും ലഭിച്ചേക്കാം. ഡാനിയലിന്റെ മാനേജറായി സ്റ്റെഫനിക്ക് വർക്ക് ചെയ്യാനും പറ്റും. പക്ഷെ പാട്ടുപാടുക എന്നത് ഡാനിയലിന് അത്ര ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ചെറുപ്പം തൊട്ടേ വലിയൊരു സിംഗർ ആവാൻ ഡാനിയൽ ഒരിക്കൽ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഡാനിയലിന്റെ പാരന്റ്സ് ഒക്കെ എതിര് നിന്നതാണ്. അങ്ങനെ ആയിരുന്നു ഡാനിയൽ ഇത്തരത്തിലേക്ക് ഒതുങ്ങിപ്പോയത്. മാത്രമല്ല വലിയൊരു ഓഡിയൻസിന് മുമ്പിൽ ഡാനിയൽ ഇതുവരെ പാടിയിട്ടുമില്ല. എന്തായാലും സ്റ്റെഫനി നിർബന്ധിച്ചപ്പോ ഒന്ന് ട്രൈ ചെയ്തു നോക്കാം എന്ന് ഡാനിയലും പറഞ്ഞു. ഡാനിയൽ സ്വന്തമായി റെക്കോർഡ് ചെയ്ത ഒരു പാട്ട് സ്റ്റെഫനി ഷൂട്ട് ചെയ്തെടുത്തു. വളരെയധികം അമേച്ചർ രീതിയിൽ ഷൂട്ട് ചെയ്തെടുത്ത ഒരു ഗാനമായിരുന്നു അത്. ഗെയിം ഷോയുടെ രജിസ്ട്രേഷൻ പ്രോസസ്സിന് വേണ്ടി അത് ഉപയോഗിക്കാം
എന്നവർ കരുതി. ആ സമയമാണ് അങ്ങോട്ടേക്ക് ഡാനിയലിനെ കാണുവാൻ ഡാനിയലിന്റെ സഹോദരിയും നെഫ്യൂവും വന്നെത്തുന്നത്. വീട് വിൽക്കാൻ ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ടെന്നും അതിനുവേണ്ടി എഗ്രിമെന്റിൽ ഡാനിയലിനോട് സൈൻ ചെയ്യാനും വന്നെത്തിയ സഹോദരി പറഞ്ഞു. പക്ഷെ ഡാനിയൽ അപ്പോഴേക്കും മനസ്സ് മാറ്റുകയാണ്. വീട് വിൽക്കണ്ടെന്നും ആ ടാക്സ് എമൗണ്ട് മുഴുവൻ അടയ്ക്കാൻ തന്നെ കൊണ്ട് സാധിക്കുമെന്നും താൻ വൈകാതെ ഒരു ഫേമസ് സിംഗറായി മാറുമെന്നും പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ ഒക്കെ താൻ പരിഹരിക്കും എന്നും ഡാനിയൽ പറയുകയുണ്ടായി. ഒടുവിൽ വീഡിയോ ക്ലിപ്പ് മുഴുവൻ പൂർണ്ണമായി കഴിഞ്ഞതും ഡാനിയലും സ്റ്റെഫനിയും കൂടി ഗെയിം ഷോയിൽ രജിസ്റ്റർ ചെയ്യാൻ നേരെ TV ഷോയുടെ ഓഫീസിലേക്ക് പോയി. അവർ വരുന്നത് ദൂരെ നിന്നും ബ്ലേസ് കണ്ടിരുന്നു. ഡാനിയലും സ്റ്റെഫനിയും സിംഗ് എ സോങ് ഷോയിൽ പങ്കെടുക്കാനാണ് വരുന്നത് എന്നും ബ്ലേസ് മനസ്സിലാക്കി. അതോടെ അവരുടെ പ്രീ റെക്കോർഡഡ് വീഡിയോ എല്ലാ സ്റ്റാഫുകളെയും വിളിച്ച് കാണിക്കുവാനും ബ്ലേസ് തീരുമാനിച്ചു. അവരുടെ റെക്കോർഡഡ് വീഡിയോ അന്ന് ഏവർക്കും മുമ്പിൽ വെച്ച് പ്രദർശിപ്പിക്കപ്പെട്ടിരുന്നു. വീഡിയോ പ്രദർശനം കണ്ടതും അവിടെ ഉണ്ടായിരുന്ന ഏവരും രണ്ടുപേരെയും അഭിനന്ദിച്ച് ക്ലാപ്പ് ചെയ്യാനും മറ്റും ആരംഭിച്ചു. തങ്ങൾക്ക് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിക്കുമോ എന്ന് ഡാനിയൽ തിരക്കി. അത് തങ്ങൾ അറിയിക്കാം എന്നായിരുന്നു ബ്ലേസ് പറഞ്ഞത്. അന്ന് ഡാനിയലും സ്റ്റെഫനിയും വൈകുന്നേരം ഒരു കഫേയിൽ പോയി മദ്യപിച്ചിരിക്കാനൊക്കെ ആരംഭിച്ചു. ആ സമയത്ത് തമാശയ്ക്ക് എന്ന പോലെ ആ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താലോ എന്ന് ചോദിച്ച് സ്റ്റെഫനി അത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോ വൈറലാവുമെന്നും നമ്മൾ രണ്ടാളും ഫേമസ് ആകും എന്നുമൊക്കെ സ്റ്റെഫനി പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവരങ്ങനെ സംസാരിച്ചിരിക്കെ തൊട്ടടുത്ത ടേബിളിൽ പെട്രീഷ്യ മദ്യപിച്ചിരിക്കുന്നത് അവർ കണ്ടു. സ്റ്റെഫനിക്ക് പെട്രീഷ്യ കണ്ടതും ദേഷ്യം ഇരച്ചു കയറി. ഒരു കാര്യവുമില്ലാതെ കള്ളനെന്ന് മുദ്രകുത്തി അവനെ ജോലിയിൽ നിന്ന് പെട്രീഷ്യ പിരിച്ചുവിട്ടതാണല്ലോ. പെട്രീഷ്യയുടെ അടുത്തു ചെന്ന് ദേഷ്യത്തിൽ സ്റ്റെഫനി സംസാരിക്കാൻ ആരംഭിച്ചു. ഒരു തരത്തിൽ സ്റ്റെഫനിയെ അവിടെ നിന്ന് ഡാനിയൽ പറഞ്ഞുവിട്ടപ്പോ പാർക്കിംഗ് ലോട്ടിലേക്ക് പോയ സ്റ്റെഫനിയാകട്ടെ പെട്രീഷ്യയോടുള്ള ദേഷ്യം കൊണ്ട് പുറത്ത് കിടന്നിരുന്ന അവളുടേതുപോലുള്ള ഒരു കാർ തല്ലി തകർത്തു. നല്ല ദേഷ്യത്തിലായിരുന്ന സ്റ്റെഫനിയെ പിടിച്ചു നിർത്താൻ ഡാനിയലിനും സാധിച്ചില്ല. പക്ഷെ പിന്നാലെയാണ് അവർ മനസ്സിലാക്കുന്നത് സ്റ്റെഫനി തല്ലി തകർത്തത് പെട്രീഷ്യയുടെ കാറായിരുന്നില്ല, മറ്റൊരാളുടെ അതേപോലെ തന്നെയുള്ള കാറായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. സിംഗ് എ സോങ് ഷോയിലേക്ക് തങ്ങൾ ക്ഷണിക്കപ്പെടും എന്ന് വിശ്വസിച്ചിരിക്കുകയായിരുന്നു ഡാനിയൽ. അത്രനാളും പിന്നിട്ടിട്ടും അവർ വിളിക്കപ്പെടാതായതോടെ ഡാനിയൽ നിരാശനാവാൻ തുടങ്ങി. ചിലവിനും മറ്റുമായി ഡാനിയലിന് തന്റെ വണ്ടി പോലും വിൽക്കേണ്ടി വന്നു. പണവുമായി ഡാനിയൽ സ്റ്റെഫനിയുടെ വീട്ടിലേക്കെത്തി. അവിടെ എത്തിയപ്പോൾ ആ ഷോയിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന് കരുതി സ്റ്റെഫനി മറ്റൊരു ഗെയിം ഷോയിൽ പങ്കെടുക്കാൻ ട്രെയിൻ ചെയ്യുകയായിരുന്നു. അതിന് വെയിറ്റ് ചെയ്യുന്നതിൽ കാര്യമില്ലെന്നും താൻ നിഞ്ച വാരിയർ ഷോയിൽ പങ്കെടുക്കാനാണ് ട്രെയിൻ ചെയ്യുന്നത് എന്നും ഡാനിയൽ ചോദിച്ചപ്പോൾ സ്റ്റെഫനി പറഞ്ഞു. പക്ഷെ നിഞ്ച വാരിയറിൽ ഒബ്സ്റ്റക്കിൾസ് ഫേസ് ചെയ്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള കഴിവൊന്നും സ്റ്റെഫനിക്ക് ഉണ്ടായിരുന്നില്ല. എന്തിനാ ഇങ്ങനൊക്കെ ചെയ്യുന്നത് എന്ന് ഡാനിയൽ ചോദിച്ചപ്പോ തന്റെ അച്ഛനെ നഴ്സിംഗ് ഹോമിൽ നിന്ന് പുറത്താക്കിയ കാര്യവും സംസാരിക്കാൻ കഴിയാത്ത അച്ഛൻ തന്റെ കൂടാണുള്ളതെന്നും കാര്യങ്ങളൊന്നും നല്ല രീതിയിലല്ല ഉള്ളത് എന്നും സ്റ്റെഫനി പറഞ്ഞു. തന്റെ ഫ്രണ്ടിന്റെ സ്റ്റോറി കേട്ട് അവനെ സപ്പോർട്ട് ചെയ്ത് അവന് കുറച്ച് പ്രതീക്ഷകൾ കൈമാറുന്നതിനു പകരം തന്റെ അവസ്ഥയും അതുപോലാണെന്ന് പറഞ്ഞ് ദുരന്തം കഥയെ ആവർത്തിക്കുകയായിരുന്നു ഡാനിയൽ ചെയ്തത്. ഒന്നും രണ്ടും പറഞ്ഞ് പിന്നെ അവർ വാക്കുതർക്കത്തിലായി എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇരുവരും തങ്ങളുടെ അവസ്ഥയ്ക്ക് പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇതേസമയം TV ഷോ ഓഫീസിൽ ബ്ലേസ് സിംഗ് എ സോങ് പരിപാടിക്കായി പുതിയ പാർട്ടിസിപ്പൻസിനെ നോക്കുകയായിരുന്നു. അപ്പോഴാണ് അയാളുടെ അസിസ്റ്റന്റ് യൂട്യൂബിൽ സ്റ്റെഫനി അപ്ലോഡ് ചെയ്ത് ഡാനിയലിന്റെ വീഡിയോ വൈറലായി പോകുന്ന കാര്യം ബ്ലേസിനെ അറിയിച്ചത്. അവരുടെ ആ വീഡിയോ അങ്ങനെ വൈറലാകും, പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും എന്ന് ബ്ലേസ് പ്രതീക്ഷിച്ചിരുന്നതേയായിരുന്നില്ല. അത്തരത്തിൽ സംഭവിക്കുന്നു എന്ന് കേട്ടതും ഈസിയായി ഷോ റേറ്റിംഗ് കൂട്ടാമല്ലോ, പണം ഉണ്ടാക്കാമല്ലോ എന്ന് ചിന്തിച്ച ബ്ലേസ് അവരെ ഷോയിലേക്ക് വിളിക്കാൻ അസിസ്റ്റന്റുകൾക്ക് നിർദ്ദേശം കൊടുത്തു. വൈകാതെ ഡാനിയലിനും സ്റ്റെഫനിക്കും ക്ഷണമെത്തി. വളരെയധികം ഉത്സാഹഭരിതരായി അവർ ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടി ചെന്നു. ഈ ഷോയുടെ ഒരു രീതി എന്ന് പറയുന്നത് ഡാനിയൽ ആദ്യം എതിരാളിയുമായി പാട്ടുപാടി മത്സരിക്കും. അതിൽ മികച്ച രീതിയിൽ പാട്ടുപാടി വിജയിക്കുന്ന വ്യക്തിക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാം. അതാണ് ഗസ് ദ സോങ് റൗണ്ട്. അതിൽ വിജയിച്ചാൽ നല്ലൊരു തുക ലഭിക്കും. ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറുമ്പോൾ മറുവശത്ത് ബാക്ക് സ്റ്റേജിനടുത്തുണ്ടായിരുന്ന സ്റ്റെഫനി ബ്ലേസ് തന്റെ ആളുകളോട് സംസാരിക്കുന്നത് കേട്ടിരുന്നു. ഡാനിയലിനെ ഉപയോഗിച്ച് ഷോയുടെ റേറ്റിംഗ് വർദ്ധിപ്പിക്കൽ മാത്രമാണ് അവരുടെ ലക്ഷ്യമെന്നൊക്കെ ബ്ലേസ് പറയുന്ന കേട്ടതും സ്റ്റെഫനി ആകവല്ലാതായി. ബ്ലേസിനെ പിന്തുടർന്ന് കൂടുതൽ വിവരങ്ങൾ വല്ലതും കിട്ടുമോ എന്നറിയാൻ സ്റ്റെഫനി ശ്രമിക്കാൻ ആരംഭിച്ചു. മറുവശത്ത് ബ്ലേസ് ആകട്ടെ പരിപാടിയിൽ പങ്കെടുക്കാൻ അവതാരകനാൽ വിളിക്കപ്പെട്ടിരുന്നു. പാട്ടുപാടിയുള്ള മത്സരത്തിൽ ഡാനിയൽ തന്റെ മികച്ച കഴിവ് പുറത്തെടുത്തു. ആദ്യ റൗണ്ടിൽ വിജയിച്ച് ഡാനിയൽ അടുത്ത റൗണ്ടിലേക്ക് കടന്നു, ഗസ് ദ സോങ് ലിറിക്സ് റൗണ്ട്. പിന്നാലെ അവതാരകൻ ഫ്രെഡ് വന്ന് ഡാനിയലിനോട് ഡിഫിക്കൽട്ടി ലെവൽ സെലക്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടു. പണത്തിന് ഏറെ ആവശ്യമുണ്ടായിരുന്ന ഡാനിയൽ മറ്റൊന്നും ചിന്തിച്ചില്ല, ഏറ്റവും ബുദ്ധിമുട്ടുള്ള ലെവൽ തന്നെ തിരഞ്ഞെടുത്തു. ആ ലെവലിൽ വിജയിച്ചാൽ 20,000 യൂറോസ് ഒറ്റയടിക്ക് പ്രതിഫലമായിട്ട് ലഭിക്കും. പിന്നാലെ മത്സരം തുടങ്ങി. ഡാനിയൽ പറഞ്ഞ ഉത്തരങ്ങളൊക്കെ ശരിയായി വരികയായിരുന്നു. ഡാനിയലിന്റെ അമേസിംഗ് പെർഫോമൻസ് കാരണം ഓപ്പറേറ്റിംഗ് റൂമിലുണ്ടായിരുന്ന ബ്ലേസും സന്തോഷവാനായി കാണപ്പെട്ടു. കാരണം പ്രോഗ്രാമിന്റെ റേറ്റിംഗ് കുതിച്ചുയർന്നിരുന്നു. ഒരു ബ്രേക്ക് വന്നപ്പോ
സ്റ്റെഫനി ഡാനിയലിനടുത്തെത്തി ബ്ലേസ് തന്റെ ആളുകളോട് സംസാരിക്കുന്നത് അവൻ കേട്ട കാര്യം ഡാനിയലിനോട് വിശദീകരിച്ചു പറഞ്ഞു. പക്ഷേ വിജയിച്ചു നിന്നിരുന്ന ഡാനിയൽ സ്റ്റെഫനിക്ക് തന്നോട് അസൂയയായിട്ടാണ് ഇതൊക്കെ പറയുന്നത് എന്നായിരുന്നു ചിന്തിച്ചത്. അവർ തമ്മിൽ അതിന്റെ പേരിൽ വാക്കുതർക്കമുണ്ടായി. ആ സമയം ഡാനിയൽ സ്റ്റെഫനിയോട് കയർത്ത് സംസാരിച്ചു. എല്ലാ കാലത്തും സ്റ്റെഫനിയെ മറ്റുള്ളവർ ഉപയോഗിക്കുകയായിരുന്നെന്നും സ്റ്റെഫനിക്ക് ഒരിക്കലും അത് മനസ്സിലായിട്ടില്ല എന്നും ഡാനിയൽ ആരോപിച്ചു. സംസാരമധ്യേ താനാണ് സ്റ്റെഫനിയെ പുറത്തു കൊണ്ടുവരാൻ മൊബൈൽ ഫോൺ മോഷ്ടിച്ച് സ്റ്റെഫനിയുടെ ലോക്കറിൽ വെച്ചത് എന്ന കാര്യവും ഡാനിയൽ അങ്ങ് സമ്മതിച്ചു. താനിതൊക്കെ ചെയ്തത് തങ്ങൾ രണ്ടുപേരുടെയും നല്ലതിനു വേണ്ടിയാണെന്നും നീ ആ സ്റ്റോറിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന നിനക്കൊരു വളർച്ചയുമില്ലാതെ ആ പെട്രീഷ്യ എപ്പോഴും നിന്നെ യൂസ് ചെയ്ത് മാത്രമേ ഇരിക്കുകയുണ്ടായിരുന്നുള്ളൂ എന്നും ഡാനിയൽ വിശദമായി പറഞ്ഞു. സ്റ്റെഫനിക്കൊന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഡാനിയൽ അതൊക്കെ പറഞ്ഞു കേട്ടതും സ്റ്റെഫനി ഷോക്കായി തന്നെ പോയിരുന്നു. സങ്കടത്തിലും ദേഷ്യത്തിലും ഒന്നും മിണ്ടാതെ സ്റ്റെഫനി അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. എന്തായാലും ആ ഷോ ഡാനിയലിന്റെ തലവര തന്നെ മാറ്റി. ഡാനിയൽ അത്യാവശ്യം അറിയപ്പെടുന്ന സിംഗറായി. നല്ല രീതിയിൽ പണവും ഡാനിയലിന് ലഭിക്കാൻ ആരംഭിച്ചു. ഡാനിയലിന്റെ അപ്പിയറൻസ് തന്നെ മാറിയിരുന്നു. വൈകാതെ ലോയറെ ചെന്ന് കണ്ട് വീടിന്റെ മേലുണ്ടായിരുന്ന ഫൈൻ മുഴുവനും ഡാനിയൽ അടച്ചു തീർത്തു. പേയ്മെന്റ് ഒക്കെ കഴിഞ്ഞ് സഹോദരിക്കൊപ്പം ഡാനിയൽ പുറത്തേക്കിറങ്ങി വന്നു. സഹോദരി അന്ന് ഡാനിയലിനോട് സംസാരിച്ചു. വന്ന വഴി മറക്കരുതെന്നും സ്റ്റെഫനി ഇല്ലായിരുന്നെങ്കിൽ നീ ഇത്രത്തോളം എത്തില്ലായിരുന്നു, സ്റ്റെഫനിയെ പോയി കാണണം എന്ന് സഹോദരി ഡാനിയലിന് ഉപദേശിച്ചു. ഡാനിയൽ അപ്പോൾ ഒന്നും തന്നെ മിണ്ടിയില്ല. പക്ഷെ ഡാനിയൽ സ്റ്റെഫനിയെ പറ്റി ആലോചിച്ചു. കാര്യം ശരി തന്നെയാണ്. സ്റ്റെഫനി ഇല്ലായിരുന്നെങ്കിൽ ഡാനിയൽ ഒരിക്കലും ഇത്രത്തോളം എത്തില്ലായിരുന്നു. പിന്നാലെ ഡാനിയൽ സ്റ്റെഫനിയെ കാണുവാൻ പോയി. സ്റ്റെഫനിയുടെ വീട്ടിലേക്ക് ചെന്നു. സ്റ്റെഫനിയോട് ക്ഷമ ചോദിച്ച് സ്റ്റെഫനിയെയും തന്റെ കൂടെ കൂട്ടുവാൻ ഡാനിയൽ തീരുമാനിച്ചിരുന്നു. ഡാനിയൽ സ്റ്റെഫനിയെ ചെന്ന് കണ്ടു. സ്റ്റെഫനിയോട് സംസാരിച്ചു. തനിക്കിപ്പോ ഒരുപാട് ഓഫറുകളുണ്ട്. TV റിയാലിറ്റി ഷോയിലേക്കും ക്ഷണമുണ്ട്. സ്റ്റെഫനിയോട് തന്റെ മാനേജറാകാമോ എന്ന് ഡാനിയൽ തിരക്കി. പക്ഷേ സ്റ്റെഫനി എപ്പോഴും ഡാനിയൽ ചെയ്ത പ്രവൃത്തിയിൽ ഡാനിയലിനോട് ദേഷ്യത്തിലായിരുന്നു. ഡാനിയലിന്റെ ഓഫർ വേണ്ടെന്ന് പറഞ്ഞ് ഡാനിയലിനെ സ്റ്റെഫനി പറഞ്ഞയച്ചു. സ്റ്റെഫനിയെ മനസ്സിലാക്കാൻ ഡാനിയലിനും പറ്റുമായിരുന്നു. സ്റ്റെഫനിയെ വിട്ട് ഡാനിയൽ അവിടെ നിന്ന് പോന്നു. സ്റ്റെഫനി വീട്ടിലേക്ക് കയറുമ്പോ അച്ഛൻ സ്റ്റെഫനിയെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഡാനിയൽ വന്ന കാര്യമൊക്കെ അവൻ അച്ഛനോട് പറഞ്ഞു. അവൻ നല്ല രീതിയിൽ സക്സസ് ആയെന്നും എന്റെ സഹായമൊന്നും ഇല്ലെങ്കിലും അവൻ സക്സസ് ആവുമായിരുന്നു എന്നും സ്റ്റെഫനി വ്യക്തമാക്കി. എന്നിരുന്നാലും ഡാനിയൽ പോയി പ്രശ്നത്തിലൊക്കെ പെടുമോ എന്നൊരു അസ്വസ്ഥതയും സ്റ്റെഫനിക്കുണ്ടായിരുന്നു. അന്ന് സ്റ്റെഫനിയുടെ അച്ഛൻ സ്റ്റെഫനിയോട് ഉപദേശിച്ചു. നിന്റെ കൂട്ടുകാരൻ ഒരു അപകടത്തിലേക്ക് പോകുന്നു എന്നറിഞ്ഞാൽ നീ വെറുതെ ഇരിക്കുമോ? അവനെ ചേർത്ത് പിടിക്കണ്ടേ? അച്ഛന്റെ വാക്കുകൾ ഡാനിയലിനെ ചേർത്ത് പിടിക്കാൻ സ്റ്റെഫനിയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു. ഡാനിയൽ പങ്കെടുക്കാനിരുന്നത് ഒരു റിയാലിറ്റി ഗെയിം ഷോയിലാണ്. ബിഗ് ബോസ് ഒക്കെ പോലൊന്ന്. അവിടെ പോയാൽ ഡാനിയലിന്റെ ഇമേജ് തകർത്ത് ഡാനിയലിനെ അവർ വീണ്ടും പഴയ രീതിയിലാക്കുമോ എന്ന് സ്റ്റെഫനി ഭയന്നിരുന്നു. കുറച്ചു ദിവസങ്ങൾ മുമ്പോട്ട് പോയി. ഗെയിം ഷോയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചു. വില്ലയിൽ മറ്റ് പാർട്ടിസിപ്പൻസ് ഒക്കെ വലിയ സന്തോഷത്തിലാണെങ്കിൽ ഡാനിയൽ എന്തുകൊണ്ടോ വലിയ ദുഃഖത്തിലായിരുന്നു. ഇത് തന്റെ ഇടമല്ല, താനുണ്ടാവേണ്ട സ്ഥലമല്ല എന്നൊരു ഫീലിംഗ് ഡാനിയലിന് എപ്പോഴും ഉണ്ടായിരുന്നു. മൊത്തത്തിൽ വേണ്ടെന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നിട്ടും ഡാനിയലിന് അവിടെ നിന്ന് പുറത്തു ചാടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഡാനിയൽ ടിവിയുമായി ഒരു കോൺട്രാക്റ്റിലാണല്ലോ. പക്ഷേ അവിടാണ് സ്റ്റെഫനി കടന്നു വരുന്നത്. വില്ലയുടെ വാൾ തകർത്ത് സ്റ്റെഫനി ഡാനിയലിനെ പുറത്തെത്തിച്ചു. ബ്ലേസ് അതിൽ ഇടപെടാൻ വന്നപ്പോ ബ്ലേസിനും നല്ലൊരു പണി കൊടുത്ത് അവരിരുവരും സ്റ്റെഫനിയുടെ അച്ഛനെയും കൂടെ കൂട്ടി അവിടെ നിന്ന് രക്ഷപ്പെട്ടു കളഞ്ഞു. പിന്നീട് മാസങ്ങൾക്ക് ശേഷം രണ്ട് കൂട്ടുകാരും ഒന്നിച്ച് ഒരു റെസ്റ്റോറന്റ് ഏറ്റെടുത്ത് ഡാൻ ആൻഡ് സ്റ്റീഫ് എന്ന പേരിൽ പാർട്ടികളൊക്കെ ഓർഗനൈസ് ചെയ്ത് പുതിയൊരു ജീവിതം തന്നെ ആരംഭിച്ചിരുന്നു. സിംഗിങ് കരിയറിലും ഡാനിയൽ മികച്ച രീതിയിൽ മുമ്പോട്ട് പോയി. അങ്ങനെയിരിക്കെ ഒരു ടിവിയിൽ നിന്നും അവരെ ഇന്റർവ്യൂ എടുക്കാൻ രണ്ടുപേർ വന്നു. ആദ്യം ഇന്റർവ്യൂ ഒന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഡാനിയൽ ഒഴിഞ്ഞുമാറിയെങ്കിലും ഒടുവിൽ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഇരുവരും തീരുമാനിച്ചിരുന്നു. വന്നിരുന്ന റിപ്പോർട്ടർ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ശേഷം അവരെങ്ങനെ ഒന്നുചേർന്നു എന്നതിനെപ്പറ്റിയൊക്കെ തിരക്കി. എന്താണ് അവരുടെ സക്സസിന്റെ കാരണം എന്നും അന്വേഷിച്ചു. പറയണ്ടല്ലോ, ഒരു വിഷയമാണ് വീണ് കിട്ടിയിരിക്കുന്നത്. തങ്ങൾ പരസ്പരം ഒന്നുചേരുവാൻ രണ്ടാളിൽ കൂടുതൽ ആരാണ് എഫോർട്ട് ഇട്ടത് എന്നതിനെപ്പറ്റി സംസാരിച്ച് അവർ വാക്കുതർക്കത്തിൽ ഏർപ്പെടാൻ ആരംഭിച്ചു. അതായിരുന്നു അവരുടെ സ്വഭാവത്തിന്റെ ഐഡന്റിറ്റിയും. സുഹൃത്തുക്കളായിരിക്കുമ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ അവർക്ക് നല്ല രീതിയിൽ എപ്പോഴും ഉണ്ടാവുമായിരുന്നു. അവരുടെ ജീവിതം അത്തരത്തിൽ രസകരമായി മുന്നോട്ടു പോകുന്ന ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. തമാശകൾ നിറഞ്ഞ ഈ ചെറിയ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.